ആഗോള ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഈസ്റ്റർ. ഇന്ന് ലോകം മുഴുവനും ഈസ്റ്റർ ആഘോഷത്തിൽ മുഴുകിയിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മയാണ് ഈസ്റ്ററിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. എത്രയോ ലോകത്തിൽ ജീവിച്ചിരുന്ന മഹാരഥന്മാർ മൺമറഞ്ഞു പോയപ്പോൾ അവർക്കാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു സംഗതി യേശുക്രിസ്തുവിൽ നാം കാണുകയാണ്. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ കല്ലറയുടെ വാതിൽക്കൽ പോയി കഴിഞ്ഞാൽ ലോകത്തോട് പറയുന്ന ഒരു സന്ദേശം ആ കല്ലറ വാതിൽക്കലുണ്ട്. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഏതാണ്ട് 12-ലധികം ഭാഷകളിൽ 2 ഭാഗങ്ങളിലായിട്ട് അവിടെ വരുന്ന സഞ്ചാരികളോട് ആ കല്ലറ പറയുന്ന ഭാഷണവും വാക്കുകളുമില്ലാതെ പറയുന്ന ഒരു എഴുത്താണ് അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ പ്രഭാതത്തിൽ ദൂതന്മാർ ആ കല്ലറ നോക്കാൻ വന്ന മനുഷ്യരോട് പറഞ്ഞ വാക്കുകളാണ്. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലോകത്തിലുള്ള ഒറ്റ മനുഷ്യർക്കും ഇങ്ങനെ ഒരു സംഗതി പറയുവാനായിട്ട് കഴിയത്തില്ല. എത്രയോ നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് മൺമറഞ്ഞു പോയി. പക്ഷേ എങ്കിൽ അവരുടെ മരണത്തോടുകൂടെ അവരുടെ ഓർമ്മകൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ അവിടെ അവസാനിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു മാത്രം മരണത്തിൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷദായകവും അപ്പോൾ തന്നെ ക്രൈസ്തവർക്കും ഏത് ലോകക്കാർക്കും ഏത് മനുഷ്യർക്കും അഭിമാനത്തിനുമുള്ള ഒരു വസ്തുതയാകുന്നു. ഈസ്റ്റർ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന ഏതാനും ചില പാഠങ്ങൾ, ഏതാനും ചില ചിന്തകൾ, ഏതാനും ചില ഓർമ്മകളുണ്ട്. അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് വളരെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. യേശുക്രിസ്തുവിനെ വെള്ളിയാഴ്ചയാണ് അടക്കം ചെയ്യുവാനായിട്ട് ഇടയെത്തുന്നത്. ഞായറാഴ്ച പ്രഭാതത്തിൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നാണ് നാം വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് ഒരു ചിന്തയെ ഉണ്ടാകും, ഈ 2 ദിവസങ്ങളിൽ യേശു കല്ലറയിൽ തന്നെ ഉണ്ടായിരുന്നോ, അതോ കല്ലറയിൽ യേശു എന്ത് ചെയ്യായിരുന്നു? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാരണകൾ അല്ലെങ്കിൽ ചിന്തകൾ വരാനുള്ള സാധ്യതയുണ്ട്. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തെ ആ അരിമത്യയിലെ യോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ എഫേസ്യ ലേഖകൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് യേശുവിനെ അവിടെ കല്ലറയിൽ അടക്കം ചെയ്തുവെങ്കിലും യേശുവിൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. യേശുവിൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവിടെയുള്ള ബദ്ധന്മാരോട് യേശുക്രിസ്തു പൂർത്തീകരിച്ചിരിക്കുന്ന കാൽവരി മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ രക്തത്താൽ താൻ സമ്പാദിച്ചിരിക്കുന്ന നിത്യരക്ഷയെക്കുറിച്ച് അവിടെയുള്ള പീഡിത ആത്മാക്കളോട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന, തങ്ങളുടെ പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു പാതാളത്തിൽ. അവരുടെ അടുക്കൽ പോയി യേശുക്രിസ്തു പൂർത്തീകരിച്ചിരിക്കുന്ന ആ രക്ഷണ്യ പ്രവൃത്തിയെ അറിയിക്കുവാനായിട്ട് ഇടയാത്തുന്നു. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുക്കുന്നു. കയറി എന്നതിനാൽ അവൻ അധോഭാഗങ്ങളിലേക്ക്, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അപ്പോൾ ഈ 2 ദിവസം അഥവാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും യേശു എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മരിച്ചവരുടെ ആത്മാക്കളോട് സംസാരിക്കുകയും അവരെ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അന്നേ ദിവസം തന്നെ പല വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ തന്നെ പല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. യേശുക്രിസ്തുവിനോടൊപ്പം അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ആത്മാവ് ആ ദിവസങ്ങളിൽ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മരിച്ചുപോയ ആത്മാക്കളോട് സംസാരിക്കുകയും അവർക്ക് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന രക്ഷയെക്കുറിച്ച് അറിയിക്കുകയും അവരെ സ്വർഗത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു, അഥവാ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏതാനും ചില നന്മകളുണ്ട്. ഇത് മരിച്ചുപോയ ആൾക്കാരെ കുറിച്ചാണെങ്കിൽ അന്ന് ജീവിച്ചിരിക്കുന്നതും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതുമായിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് സ്വായത്തമാക്കിയിരിക്കാൻ കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏതാനും ചില നന്മകൾ, പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുണ്ട്. അത് തിരുവെഴുത്ത് നമ്മളോട് പറയുകയാണ്. റോമാലേഖനം 4-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ വാക്യം ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്: നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റും ഇരിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് നിമിത്തം നമുക്ക് കിട്ടിയിരിക്കുന്ന, അന്ന് ജീവിച്ചിരിക്കുന്നതും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതുമായിരിക്കുന്ന ആൾക്കാർക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നീതീകരണമാണ്.
യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? സ്വാഭാവികമായിട്ടും റോമാക്കാർ തൂക്കിക്കൊന്ന് ഒരു കുറ്റവാളിയെ പോലെ യേശു മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരിക്കുന്നതോ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിന്തിക്കാൻ സാധ്യതയുള്ളത്, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, കുറച്ച് നാൾ എന്തൊക്കെ നന്മകളൊക്കെ ചെയ്തു, ആരേണ്ടൊക്കെ സൗഖ്യമാക്കി, അതിൽ കൂടുതലല്ലാതെ ആ വ്യക്തിയെ ഓർമ്മിക്കത്തക്കവണ്ണമുള്ള യാതൊന്നും തന്നെ ഇല്ല എന്നാണ് സ്വാഭാവികമായിട്ട് മനുഷ്യൻ ചിന്തിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മുഴുവൻ സമൂഹത്തോട് പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നീതീകരണമാണ്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതും നേരത്തെ ജീവിച്ചിരുന്നതുമായ സകല മനുഷ്യരും അവരുടെ പാപത്തിൽ തുടരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തെ ഒരുത്തൻ ആത്മകണ്ണുകൊണ്ട് കണ്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ പാപത്തെ പിതാവായ ദൈവം കഴുകിക്കളയുകയാണ്, അവൻ്റെ പാപത്തെ ദൈവം ക്ഷമിക്കുകയാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് നിമിത്തം, മരിച്ചത് നിമിത്തം പാപത്തിൻ്റെ ക്ഷമ ലഭിച്ചു. ഉയർത്തെഴുന്നേറ്റത് നിമിത്തം ഇനി നാം ആ പാപത്തിൽ ജീവിക്കുകയല്ല, നീതീകരിക്കപ്പെട്ട ഒരു പുതിയ ജീവിതത്തിന് നമ്മൾ ഉടമകളാണ്. അതുകൊണ്ട് നീതീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് തന്നിരിക്കുന്നത് നീതീകരണമാണ്. ദൈവവചനം കേൾക്കുന്ന സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ ആഴമായി വിശ്വസിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടുകൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നിങ്ങളുടെ നീതീകരണം സാധ്യമാകുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇത് ഒന്നാമത്തെ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ നേട്ടമാണ്. രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ പൗലോസ് പറയുകയാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ, ഉയർത്തെഴുന്നേറ്റിരുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? രണ്ടാമത്തെ സംഗതി, നമ്മൾ ഈ വിശ്വസിക്കുന്ന വിശ്വാസം വെറുതെയായി പോകുമെന്നുള്ളതാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. യേശുക്രിസ്തുവിനെ ആഴത്തിൽ സ്നേഹിക്കുകയും അവിടുത്തെ രക്ഷണ്യ പ്രവൃത്തികളെ സ്വീകരിക്കുകയും യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും സ്വീകരിക്കുന്ന സ്നേഹിതരോട് ഇന്ന് രാവിലെ വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ ഉറക്കെ പറയുന്നു, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമല്ല. നിങ്ങൾ വച്ചിരിക്കുന്ന കാൽച്ചുവടുകൾ തെറ്റല്ല. നിങ്ങൾ ഏതോ ഒരു കിഴവിക്കഥയുടെ പുറകെ ഇറങ്ങി വന്നവരല്ല. മറിച്ച് നിങ്ങളുടെ വിശ്വാസം 100%, 100% ശരിയുള്ളതാണ് എന്ന് തിരുവെഴുത്ത് പറയുന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ വിശ്വാസത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ്, അരക്കെട്ടിട്ട് ഉറപ്പിക്കുന്നതാണ്. അത് ഇന്ന് രാവിലെ സന്തോഷത്തോടുകൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇത് രണ്ടാമത്തെ സവിശേഷതയാണ്. മൂന്നാമത്തെ സവിശേഷത, അല്ലെങ്കിൽ മൂന്നാമത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ലഭിക്കാൻ പോകുന്നതാണ്, ഇനി കിട്ടാൻ പോകുന്നതാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കിട്ടാൻ പോകുന്നതാണ്. റോമാലേഖനം 8-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ ഇരിക്കുന്നുവെങ്കിൽ ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നിമിത്തം ലഭിക്കാൻ പോകുന്ന, ലഭിച്ചിരിക്കുന്ന മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മർത്യ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ്. യേശുവിനെ എത്ര ദിവസമാണ് കല്ലറയ്ക്ക് പിടിച്ചു വെക്കാനായിട്ട് കഴിഞ്ഞത്? കേവലം 3 ദിവസമാണ്. ആ മൂന്നാമത്തെ ദിവസം യേശുക്രിസ്തു ആ കല്ലറ വിട്ട് പുറത്തേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. അവിടുത്തെ ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളോട് എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടെ പറയുകയാണ്, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഏതൊരു മനുഷ്യനും ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമുണ്ട്. അവൻ മരിച്ചാലും അവനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളതാണ്. ഈ മണ്ണിന് അവനെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. ഈ കല്ലറയ്ക്ക് അവനെ പൂട്ടാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ഉയർന്നു കേൾക്കുന്ന ആ ഗംഭീര ശബ്ദത്തിൽ, ആ കാഹളനാദത്തിങ്കൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച തൻ്റെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായിത്തീരും. അന്ന് ജീവനോടുകൂടെ ശേഷിക്കുന്നവർ കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വലിയ രക്ഷയാണ് നൽകിയതെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ഭയങ്കര നീതീകരണമാണ് നമുക്ക് നൽകിയത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് നമുക്ക് നൽകി തന്നത്. അതിനേക്കാൾ ഏറ്റവും വലിയൊരു സംഗതി നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ദൈവം നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഞാൻ ആ പുണ്യപ്രവൃത്തിയിലേക്ക്, ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്ക്, ഏറ്റവും വലിയ നന്മയിലേക്ക്
വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഈസ്റ്റർ ദിനം കേവലം ആഘോഷങ്ങളിലോ കൊട്ടിഘോഷങ്ങളിലോ ബഹളങ്ങളിലോ ഒതുങ്ങാതെ ഇത്രയും വലിയൊരു നന്മ ഈ ഈസ്റ്റർ ദിനമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ യേശു നമുക്ക് നൽകിയിരിക്കുകയാൽ ആ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ സന്തോഷത്തിൽ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ പ്രത്യാശയിൽ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.